നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ ചടങ്ങുകളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഹജ്ജിന്റെ ഓർമ്മയിൽ നമുക്ക് കടന്നു വരുന്നു മഹാരഥന്മാരായ 2 നബിമാര് വരുന്നുണ്ട്. മുത്ത് മുസ്തഫയടക്കം 3 നബിമാര് വരുന്നുണ്ട്. ഒരു മഹദിയായ ഉമ്മയും കടന്നു വരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാജറ അലൈഹിസ്സലാം. ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ മീഖാത്തിൽ നിന്ന് നമ്മൾ ഉംറയ്ക്ക് വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ ഇഹ്റാമിൽ അങ്ങ് പ്രവേശിച്ച് നമ്മുടെ മുടിനീക്കൽ ചടങ്ങിലൂടെയും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അവസാനിപ്പിച്ച് ഹജ്ജിൽ നിന്നും ചടങ്ങുകളിൽ നിന്നും വിരമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദുആ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, ഹാജറ ഉമ്മ ബീവി എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? പോകട്ടെ, ഇനി അവരെ നേരിട്ട് വിളിക്കുന്നത് പോകട്ടെ. ബിഹഖി ഇബ്രാഹിം വബിജാഹി ഇസ്മായിൽ വബിബറകതി ഉമ്മിനാ ഹാജറ റളിയല്ലാഹു അൻഹാ. അവരുടെ ഹക്കും ജാവും ബർക്കത്തും പറഞ്ഞിട്ടുള്ള ഒരു ദുആ ഉണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ മനസ്സിൽ ഇബ്രാഹിം നബി ഇല്ലേ, ഇസ്മായിൽ നബി ഇല്ലേ, ഹാജറ ഉമ്മ ബീവി ഇല്ലേ, നമ്മുടെ മുത്ത് മുസ്തഫ ഇല്ലേ? മുത്ത് മുസ്തഫയല്ലേ കാണിച്ചു തന്നത്? ഹജ്ജിന്റെ മുഴുവൻ മനാസിക്കുകളും കാണിച്ചു തന്നിട്ട് അവിടുന്നല്ലേ പറഞ്ഞത്, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന രീതികളൊക്കെ ഇതാ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് പൂർണ്ണമായും നിങ്ങളങ്ങ് ഏറ്റെടുത്ത് നിർവഹിക്കണേ. മുത്ത് മുസ്തഫയുടെ വസിയത്താണ്. നമ്മൾ ഇവരൊക്കെ ഓർക്കണില്ലേ? ഓർത്താ ശിർക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ചില ആൾക്കാർ നമ്മളെക്കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കുക. മരിച്ചുപോയ മഹാന്മാരെ ഓർക്കാൻ പാടില്ലത്രേ, ശിർക്കാവും അത്രേ. ആരാ പറഞ്ഞ് ഓർക്കാൻ പാടില്ല? ഇവരൊക്കെ ഓർക്കണില്ലേ? എന്തിനാ ഹജ്ജിലേക്ക് പോണ്? 5 നേരത്തെ നിസ്കാരത്തിലും ഇബ്രാഹിം നബിയെയും മുത്ത് മുസ്തഫയെയും പറയാത്തൊരു നിസ്കാരമുണ്ടോ? ഓർക്കലാ തെറ്റി? അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല.